ഹലോ, ഞാൻ കുറേ നാളായി ഒരു ചെറിയൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് ടെൻഷൻസിലൂടെ ഇപ്പോൾ കുറച്ച് കാലമായി കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. കാരണം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടികളുടെ കാര്യമാണെങ്കിലും വീടിൻ്റെ കാര്യമാണെങ്കിലും ഷോപ്പിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ മാസത്തിൽ ഓരോ KSF അടവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ഞാൻ കണക്ക് കൂട്ടി ഇങ്ങനെ ആലോചിക്കില്ല. കാരണം ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് തലയൊക്കെ എന്തെങ്കിലും ആയിപ്പോവും. അപ്പം ഞാൻ ആലോചിക്കില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു കണക്കിൽ ഒരു 80-70 രൂപ, 70,000 രൂപയോളം എനിക്ക് മന്ത്ലി അടവുകൾക്ക് വേണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും ചിന്തിക്കില്ല. ബിസിനസ്സൊക്കെ അത്ര വലുതായിട്ടില്ല, എങ്കിലും നമുക്ക് തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര വറീഡാകും, വിഷമമാവും, ഇതെങ്ങനെ മാസത്തിലുള്ള കാര്യങ്ങൾ ഓടിപ്പോവും, എങ്ങനെ കഴിയും എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേങ്കിൽ ഓരോ കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ചിലപ്പം നമ്മൾ ഒരു സേവിങ്സിലേക്കാണ് നമ്മളൊരു ഫണ്ട് ഇടുന്നതെങ്കിൽ കട ഓർത്ത് ആരും സേവിങ്സിലേക്ക് പോവില്ല. പക്ഷേ എൻ്റെ ഒരു ഇപ്പോൾ ആ ഒരു മൈൻഡിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ സേവിങ്സിലേക്ക് പോകണമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ബാങ്കിൻ്റെ ഒരു ജോബ് വന്നത്. അപ്പം നമ്മൾക്ക് പ്രതീക്ഷിക്കാതെ നമ്മൾ എത്രമാത്രം ഓരോ കാര്യങ്ങളിലും എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ച് നമ്മൾക്ക് അതിനുള്ളൊരു ഇൻകവും നമുക്ക് കൂടി കിട്ടാനുള്ള ഒരു വഴികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. പിന്നെ നമ്മൾ ഭഗവാന് കൊടുക്കുക, നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയാതെ കൂടുതലും നമ്മളിൽ തന്നെ ഒതുക്കി നമ്മൾക്ക് ഏറ്റവും എന്തും തുറന്നു പറയാൻ കഴിയുന്നതാണ് സാക്ഷാൽ ഭഗവാൻ. ഞാൻ ഓം നമോ ഭഗവതി വാസുദേവായ നമ അത് ശരിക്കും 108 പ്രാവശ്യം ഡെയിലി ജപിക്കുന്ന ഒരാളാണ്. പറ്റുന്ന സമയത്ത് ഞാൻ ജപിക്കുന്ന ഒരാളാണ്. അത് രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ നൈറ്റ് ആണെങ്കിലും. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉത്തരം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ടെൻഷൻ അടിക്കുന്ന ആ ഒരു ടൈം നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അതിനുള്ള വഴികൾ ആ ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും വരും കേട്ടോ. ഓക്കെ.